തിരിയുന്ന കാര്യമാണ് മുജാഹിദുകൾക്കടക്കം. അവിടെ സംസാരിക്കട്ടെ. ഈ സുന്നികൾ ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പറഞ്ഞു സുന്നികൾ ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരികേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ ഈ സുന്നികളെ വെറുക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ ഈ സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനത് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഖസർജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. മുജാഹിദുകളെ ഗ്രന്ഥം തേടിപ്പോകുന്നത് സമ്പാദ്യത്തിന്റെ ഏറ്റക്കുറവുകൾ ഓർത്തിട്ടല്ല. അത് ഞങ്ങൾ അവിടെ പറഞ്ഞുതരും. പറഞ്ഞതിൽ പൊട്ടത്തൊരു ഒരുപാടുണ്ട്, അത് വേറെ കാര്യം. എന്നാലൊരു സത്യമുണ്ട്. അതെന്താ? ഈ രോഗം കാബീൽ ഹാബീലിനോടുണ്ടായതാണ് എന്ന് ഏറ്റവും വലിയ ഈ രൂപത്തിൽ എല്ലാ പൊട്ടത്തരങ്ങളും പറയുന്ന ബാലുശ്ശേരിക്ക് പോലും അറിയാം. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യതീമുകളെ പോറ്റുന്നതുമെല്ലാം നമുക്കറിയുന്നതാണ്. അതിനുവേണ്ടി ഉസ്താദ് അവറുകൾ ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഉസ്താദ് അവറുകൾ എവിടെ ചെലവഴിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാനിവിടെ പറയേണ്ടതില്ല. സത്യത്തിൽ ഈ മർക്കദു സഖാഫത്ത് സുന്നിയയിലുള്ള ഷൈർ മുബാറക്കിനെതിരെ വിമർശിച്ച് അവസാനമത സഹോദരന്മാരെ ഇവരെത്തിപ്പെട്ടത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? സക്കരിയ സലാഹിയും അതുപോലെയുള്ള മുജാഹിദിന്റെ ആളുകളും പറയുന്ന വാദത്തിലാണ് ഇപ്പോൾ അവരെത്തിപ്പെട്ടിരിക്കുന്നത്. ആദ്യം മർക്കസിലെ മുടിക്കെതിരെ ഒരു വെടിവെച്ചു. പക്ഷേ അത് കൊണ്ടത് മർക്കസിലെ മുടിക്ക് മാത്രമല്ല, എല്ലാ ഷൈർ മുബാറക്കിനെയും നിഷേധിക്കുന്ന രൂപത്തിൽ ഈ വിഭാഗം മതപ്പതിച്ചുപോയി. അതുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് തൃശൂരിൽ നടന്ന വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ ഇവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളും സക്കരിയ സലാഹിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് സക്കരിയ സലാഹിക്ക് തലപ്പാവില്ല, നിങ്ങൾക്കതുണ്ട്. അതല്ലാതെ നിങ്ങളൊരു വ്യത്യാസവും ഇപ്പോൾ ഇല്ല എന്നതാണ് ശരി. കാരണം എന്താ? ഇവിടെ പറയാണ് സനത് വേണം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സനത് വേണമെന്ന് പറഞ്ഞ ആളിനെ കുറച്ചങ്ങോട്ട് ഇവിടെ ആദ്യം കൊണ്ടുവന്ന പ്രസംഗിച്ച ആള് നമ്മളെ പലിശക്കാരൻ ഫൈസിയ. ഇയാളെ പ്രസംഗം ഞാൻ കേട്ടു. എ മുതൽ Z വരെ ആദ്യം അവസാനം മുഴുവൻ എതിരാ. ഇദ്ദേഹം ആദ്യം പറഞ്ഞെന്താണെന്നറിയൂ? ഒരാള് പറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ അയാൾ ആദ്യകാല ചരിത്രം പരിശോധിച്ചിട്ട് വേണം കാര്യങ്ങൾ സ്വീകരിക്കാനെന്നാണ് മുസ്തഫൈസി പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ ഫിറ്റായത് അയാൾക്ക് തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. ഒരാൾ പറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ അതിന് അയാളുടെ അത് ഉസ്താദിനെ കുറിച്ച് പറയാൻ വേണ്ടി അയാൾ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ശംസുൽ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ആലിബാബയും 40 കള്ളന്മാരും അന്ന് ലേഖനം എഴുതിയതാരാ? ഇയാളാണോ ഷൈർ മുബാറക്കിനെ നിങ്ങൾ കൊണ്ടുവന്നത്? അപ്പൊ ഫൈസി തന്നെ പറഞ്ഞു, ഒരാൾ പറഞ്ഞത് അംഗീകരിക്കണമെങ്കിൽ അയാളുടെ ബാക്ക് ഫയൽ, അതിന്റെ മുമ്പുള്ള ചരിത്രങ്ങൾ പഠിച്ച് പരിശോധിക്കണം. ഞങ്ങൾ പരിശോധിച്ചു. അബദ്ധങ്ങളല്ലാതെ കുരുത്തക്കേടുകളല്ലാതെ ആ മനുഷ്യന്റെ വാക്കുകളിലില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എന്തോ ഒരു വസ്തു ചിന്തിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, എന്താ ചെയ്യാ, ശരിക്കും ഓതിപ്പെടുത്തിട്ടില്ല. അതുറപ്പല്ലേ? അതുറപ്പാണ്. ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി ശംസുൽ ഉലമക്കെതിരെ ഇയാൾ എന്ത് പറഞ്ഞാലും അയാളെ വാദമനുസരിച്ച് തന്നെ മുസ്ലിം ലോകം ആ വാദത്തെ മുഴുവനും തള്ളിക്കളയുന്നു എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് സഹോദരന്മാരെ പുത്തൻവാദികളുടെ വാദം? പുത്തൻവാദി പറയുന്നത് ഞങ്ങൾ ബർക്കത്തെടുക്കില്ല എന്നല്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൃശൂർ ജില്ലയിൽ വ്യവസ്ഥ ഉണ്ടായി. അപ്പൊ അവരുടെ സമസ്തയുടെ പ്രതിനിധികളായി വന്ന ആള് പറയാണ്, ഞങ്ങള് തിരുകേശത്തെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. നോക്കുങ്ങൾ, അത് പറയേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തിയല്ലോ. ഞങ്ങളും അംഗീകരിക്കുന്നവരാണെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് ഞങ്ങളും മാത്രമല്ല മുജാഹിദ് തന്നെ പറയുന്നത്. പക്ഷെ അവരെ അംഗീകരിക്കാതിരിക്കാൻ പുതിയൊരു തട്ടിപ്പ് അവർ കണ്ടെത്തി. അതെന്താ?
ഞങ്ങൾ എല്ലാ ബറക്കത്തുകളെയും അംഗീകരിക്കുന്നു. പക്ഷേ ബറക്കാൻ പറ്റിയ ഒരു സാധനം ഇന്നില്ല. അതാണ് സക്കരിയ സലാഹി വായിച്ചത്. ആ ഒരു വാദത്തിലേക്കാണ് എസ് കുട്ടികളും സമൂഹത്തെ കൊണ്ടുപോകുന്നത്. കേട്ടോ, സക്കരിയ സലാഹിയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാറുണ്ടാ. ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറഞ്ഞു. എന്താണെന്നറിയൂ, കഴിഞ്ഞ ആ കോഴിക്കോട്ട് സമ്മേളനത്തിന്റെ അന്ന് തുടങ്ങിയത് ഞങ്ങളിവിടെ ഖത്മ് ചെയ്യുകയാണ് എന്നാ പറഞ്ഞു. നമ്മളെ കണ്ണാടിപ്പറമ്പ് പൈസയാണത് പറഞ്ഞു. അയാൾ പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ഖത്മ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഏകദേശം ഇത് ഖത്മ് ചെയ്യേണ്ട അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്പലക്കടവും കഴിഞ്ഞ ചന്ദ്രികയിലെ ലേഖനത്തിൽ ചോദിക്കുന്നത്, ഇനി നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ? ഞങ്ങളാ തുടങ്ങിയത് നിങ്ങളല്ലേ? തുടങ്ങി കുടുങ്ങി നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ മുബത്തദീകളായി. ആ രൂപത്തിൽ ബിദ്അത്തുകാരാണെന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലെത്തി. ഏതായാലും ഖത്മ് ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ മലപ്പുറം സമ്മേളനത്തിൽ അവർ പറഞ്ഞതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പരിപാടി അത് ഈ ഫൈസി പറയുന്ന ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. അതൊന്ന് പറയട്ടെ. എന്റെ ഡെസ്ക്ടോപ്പിൽ കണ്ടുണ്ടാവും. ഏത് ഫൈസി? നമ്മളെ കണ്ണാടിപ്പറമ്പ് ഫൈസി. അയാളിപ്പോ പുതിയതായി എഴുന്നേറ്റ് വന്നതാണ്. OM പെരുമണക്ക് 4ാം ക്ലാസ് വിവരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾക്ക് 4ാം ക്ലാസ് ഇല്ല എന്നാണ് അയാളെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ പിന്നീട് പറയും. നിങ്ങൾ ചിന്തിക്കണം, ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച ഈ പ്രസംഗങ്ങൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ നേരിടേണ്ടതുണ്ട്. നിങ്ങൾ ഖത്മ് ചെയ്താൽ നിങ്ങളെ പ്രസ്ഥാനത്തെ തന്നെ ഞങ്ങൾ ഖത്മ് ചെയ്യുമെന്നാണ് ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾക്കിവിടെ പറയാം. 9804 എടുത്തു 984 നിങ്ങളുടെ എല്ലാ പരിപാടി ഖത്മ് ചെയ്യാനായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ശരിക്കും ബോക്സ് ഒന്നങ്ങ് മാറ്റും. കണ്ടസ്കോപ്പുണ്ട്. മലപ്പുറം പരിപാടിയാണ്. ഇവിടെ ഇന്ന് നാം ഒരു ഖത്മ് നടത്തുകയാണ്. മാർച്ച് 26 തുടങ്ങിയ ഓത്ത് ഇന്ന് ഇവിടെ തീർക്കുകയാണ്. നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ ക്ഷമകേടില്ല. അപ്പൊ എന്തായി? മാർച്ച് 26 തുടങ്ങിയ ഓത്ത് ഓല് ഖത്മ് ചെയ്തു. ഞങ്ങൾ ഈ സമ്മേളനത്തോടെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ ഖത്മ് ചെയ്തിരിക്കുകയാണ് എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കളി മതിയായി അവർക്കും തോന്നി. അപ്പൊ ഇനി പരിപാടി വെച്ചാൽ ലാസ്റ്റ് ബസ്സിന്റെ ശേഷമുള്ള അവസാനത്തെ ബസ്സായിരിക്കും. അതാണല്ലോ. ഏതായാലും ആകട്ടെ, അതിനെന്താ പറയുന്നതെന്ന് അവർക്ക് വല്ല ബോധമുണ്ടോ? എന്തെങ്കിലും ബോധമുണ്ടോ? ഇനി സക്കരിയ സലാഹി പറയും, നിങ്ങൾ കേൾക്കൂ. അയാളുടെ വാദത്തിൽ ഞാനത് കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? അയാളോട് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. പക്ഷേ അയാൾ പറഞ്ഞ വാദത്തിലേക്കാണ് സമുദായത്തെ ഈ എസ്കക്കാർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണിത് പറയുന്നത്. സക്കരിയ സലാഹി തന്നെ അത് പറയും. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണ് അദ്ദേഹത്തിന്റെ വാചകം എന്ന് ശ്രദ്ധിച്ചാൽ ഏകദേശം അതേ വാദത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഇവന്മാര്, ഈ നവവിദഴികൾ നമ്മുടെ സമുദായത്തെ കൊണ്ടുപോയി ഇവിടെ വന്നിട്ട് 12 ചോദ്യം, അതുപോലെ തന്നെ 24 ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ഇത് മേക്കറുണ്ടാക്കി കൊടുക്കുന്നത് ആർക്കാണ്? സക്കരിയ സലാഹിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ നിഷേധിക്കുന്ന കാര്യമല്ല. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്തിന് വിതരണം ചെയ്തതും റസൂലുള്ളാഹിയുടെ മുടി സഹാബത്ത് ബറക്കത്തിന് ഉപയോഗിച്ചു. പറയട്ടെ. ഇതൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ നിഷേധിക്കുന്ന കാര്യമല്ല. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്തിന് വിതരണം ചെയ്തതും റസൂലുള്ളാഹിയുടെ മുടി സഹാബത്ത് ബറക്കത്തിന് ഉപയോഗിച്ചതും ഞങ്ങൾക്ക് സംശയമില്ലാത്തതാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. സഹാബികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അവർ തബറുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഹദീസ് കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ ഇന്ന് ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു തിരുശേഷിപ്പും എവിടെയും സൂക്ഷിച്ചിട്ടില്ല. ഹസ്രത്ത് ബാനിലുമില്ല, വെല്ലൂരിലുമില്ല, ഡൽഹിയിലെ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുള്ള, തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തില് ഇസ്തംബൂളില് അവിടെ നബിന്റെ ചെരുപ്പ്, നബിന്റെ വടി എന്നെല്ലാ സാധനങ്ങളാണ്. അതിനെ സംബന്ധിച്ച് നടത്തിയുള്ള ഡോക്ടർ അഹമ്മദ് തൈമൂർ. മതി. അപ്പോ എന്തായി ഇപ്പൊ അയാൾ പറഞ്ഞത്? ഞങ്ങൾ ബർക്കത്ത് ഞങ്ങൾ എടുക്കും. അതാണ് SKSFന്റെയും വാദം.
ബർക്കത്തിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ബർക്കത്തെടുക്കാൻ പറ്റിയ ഒരു സാധനം ഇന്ന് ലോകത്തെവിടെയും ഇല്ല. കാരണം എന്താ? കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങൾക്കൊത്ത സനതുള്ള സാധനമില്ല. അതാണ് ആര് പറഞ്ഞത്? സക്കരിയ സ്വലാഹി പറഞ്ഞത്. ഇതേ വാദത്തിലേക്കാണ് SKSSന്റെ കുട്ടികൾ ഈ സമുദായത്തെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ഇല്ല, അതിന് ഞങ്ങൾ ഒരു കാലത്തും അനുവദിക്കുകയില്ല എന്ന് ഈ മലപ്പുറത്ത് വെച്ച് തന്നെ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു സംശയം അതിൽ വേണ്ട. എന്നിട്ട് നോക്കൂ നിങ്ങൾ, പുതിയ വാർത്താ സമ്മേളനത്തിന്റെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അമ്പലക്കടവുണ്ട്, കണ്ണാടിപ്പറമ്പ് ഫൈസി ഉണ്ട്, അതുപോലെ ഞാൻ അവരെ കാണിച്ചു തരും. ഇവരെല്ലാവരും വന്നിട്ട് ഒരു പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിന്റെ വിശദ വിവരം ഞങ്ങൾ കോഴിക്കോട് പറയും എന്ന് മലപ്പുറത്ത് വെച്ച് പറയും എന്ന് പറഞ്ഞത് അവസാനിച്ചും ചെയ്തു. പക്ഷെ ഞാൻ രണ്ടും ശ്രദ്ധിച്ചു. ആദ്യം പത്രസമ്മേളനം ശ്രദ്ധിച്ചു, പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച അത് വിശദീകരിക്കാൻ വേണ്ടി മലപ്പുറത്ത് കൂടുമെന്ന് പറഞ്ഞ സമ്മേളനവും ശ്രദ്ധിച്ചു. സംഭവം എന്താണെന്നറിയോ? പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് കൂടുതൽ വിശദീകരണം, ഇവിടെ അത് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, മലപ്പുറത്ത് ഞങ്ങൾക്ക് കിട്ടിയ മുടി പ്രദർശിപ്പിക്കും എന്നും പറഞ്ഞു. പക്ഷേ പ്രദർശിപ്പിച്ചത് കണ്ടില്ല. കാരണം എന്താണ്? ഓരോ ദിവസവും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുവെന്ന് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഏതായാലും പത്രസമ്മേളനം നടത്തിയിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വെച്ചും പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്നറിയോ? കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ളത് കാന്തപുരത്തിന്റെ മുടിയാണെന്നും അതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും ഏതോ ഒരു പെണ്ണിന്റെ മുടിയാണെന്നും അതുപോലെ മുടി തന്നെയല്ല എന്നെല്ലാം പറഞ്ഞവർ ഇപ്പൊ പറയുന്നു. അങ്ങനെയൊന്നുമല്ല. ബോംബെയിൽ ഞങ്ങൾ പോയി കണ്ടു. മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്നൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ സമീപത്തു നിന്നാണ് കാന്തപുരം ഉസ്താദ് കൊണ്ടുവന്നത്. അപ്പൊ അൽഹംദുലില്ലാ, ഇതുവരെ പറഞ്ഞതൊക്കെ അവർ തന്നെ തിരുത്തിയിരിക്കുന്നു. ഇതാണ് അല്ലാഹു തആലയുടെ പണിയെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം അവർ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ ഇവിടെ പ്രസംഗിച്ച ആളുണ്ടല്ലോ, ഏത് ബഹാവുദ്ദീൻ കുരിയാട്, നമ്മുടെ ഡോക്ടർ, അയാൾ പറയുന്നത് മർക്കസിലുള്ള തിരികേശമല്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് നമുക്ക് സംശയമുള്ള വേറൊരാളും കാണാം. അതിനുശേഷം ഇവരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കാണാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതെല്ലാം ബാത്തിലാക്കുന്ന പത്രസമ്മേളനത്തിലേക്ക് വരാം. ആദ്യമായി അയാളൊന്ന് പറയാം. ഭീഷണമായി ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, ഈ യോഗം നിർത്തിവെച്ച് നമുക്ക് മസ്ലഹത്തായി കൂടെയാണ്. ഈ മസ്ലഹത്ത് എന്ന രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടി കെട്ടിക്കൊണ്ട് ആർക്കും ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുരുത്തക്കേട് പറ്റൂല. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടിയുണ്ടാവും, പക്ഷെ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എനിക്ക് ഉറപ്പാ. കണ്ടോ? അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത്. ഉറപ്പാ ഈ വിഷയം. മതി. എന്തുകൊണ്ട് ഉറപ്പ് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. ഏതായാലും 100% അദ്ദേഹത്തിന് ഉറപ്പ്. അപ്പൊ 1% ഇല്ലല്ലോ, ഉറപ്പാണ്. എനിക്ക് ഒരു സംശയവുമില്ല എന്നാ. എന്നാൽ അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞ കുറ്റ്യാടിയിൽ പേരൂർ ഉസ്താദിന് മറുപടി പറയാൻ എന്ന രൂപത്തിൽ പോയ ഒരാളുണ്ട്. അമ്പലക്കടവിന്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്ത അവരെ മുഷാവറ അംഗമായ ഒരാൾ. അയാൾ പറയുന്നത് എനിക്ക് അത് ഷഅർ മുബാറക്കാണോ അല്ലേ എന്നതിൽ സംശയമാണ് എന്നാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പൊ ഒരാൾക്ക് ഉറപ്പ്, ഈ രണ്ടാമത്തെ ആൾ ശക്തിന്റെ ആളാണ്, അയാൾക്ക് ഉറപ്പില്ല, അയാൾക്ക് സംശയം. കേട്ടോളൂ. മുത്തുക്കോയ തങ്ങളവരുകളെ, ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മുടിപ്രശ്നം. അതിന് ചില ആളുകൾ ഷേറെ മുബാറക്ക് എന്ന് പറയുന്നു. നബിൻ്റെതാണെങ്കിൽ മുബാറക്ക് എന്നും അല്ലമെന്നും എല്ലാ നിലപാടും പറയണം. പക്ഷേ ആ മുടിയെ സംബന്ധിച്ച് ഷേറെ മുബാറക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഉണ്ടോ നിങ്ങൾ? മൂപ്പർക്ക് സംശയം. അപ്പൊ ഒരാൾക്ക് ഉറപ്പ്, 101% ഉറപ്പ്. ഒരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പർക്ക് പേടിയുണ്ടാവും, പേടിയില്ല എന്നയാൾ പറഞ്ഞു. ഇയാൾക്ക് സംശയം. ഇനി നമ്മളെ കാസിമിനങ്ങോട്ട്, കാസിം എന്തിനാ അവിടെ വന്നറിയോ?
ആസിമി കഴിഞ്ഞ വ്യാഴാഴ്ച മലപ്പുറത്ത് വന്ന് 2 കാര്യം പറയാനാണ്, ഞാൻ ശേഷം കേൾപ്പിക്കും. ഒന്ന്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ എത്തിയില്ലേ, അത് ഷായർ മുബാറക്കിന്റെ കുരുത്തക്കേടാണ് കേട്ടോ. രണ്ടാമത് അയാൾ പറഞ്ഞു, പിന്നെ വേറൊരു വിഷയം കൂടി പറയാനുണ്ട്, എനിക്ക് ഭ്രാന്തൊന്നുമില്ലട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം എന്തോന്നുണ്ടോ, ഏർവാടിയിൽ കണ്ടോളുണ്ടേനും അതിരിക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഞാനത് വേറെ കാണിക്കും. അപ്പൊ അയാള് നമ്മളെ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞു, എന്താ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയും എനിക്ക് ഭ്രാന്തില്ലാന്ന്, അത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ മൂപ്പർക്ക് എന്നെ തോന്നുകയാണല്ലോ ഇത് ഉണ്ടോ. ആ ജാതി തെറികളാണ് പോന്നുകൊണ്ടിരിക്കുന്നത്, ഓരോന്നും ഞങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കും. നിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയല്ല, ഇവർ വലിയ കാര്യത്തിൽ പറയും ഇതാ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, ആകെ ഞെട്ടുന്നതാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചുക്കുണ്ടാവില്ല. ഞെട്ടിപ്പിക്കുന്ന അമ്പലക്കടവ് പറഞ്ഞാൽ ഉറപ്പിച്ച ഒരു സാധനം ഉണ്ടാവില്ല, ഉറപ്പാണ്. നിങ്ങൾ വെളിപ്പെടുത്തലുകൾ ഒരു ചുക്കും കിട്ടിയില്ല. എന്താ സംഭവം എന്നറിയോ? ഞാൻ ഓരോന്നും ഇൻഷാ അല്ലാഹ് പറയാ. ഇവർ ഞെട്ടിപ്പിക്കുന്ന വിവരം പിന്നെ പറയാൻ വേണ്ടിയിട്ട് ഇക്ബാൽ ജാലിയവാലനെ കാണാൻ പോകും. അങ്ങനെ ഒരു ഹുദവി കട്ട്, ഈ ഇക്ബാൽ ജാലിയവാലോടാന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒന്നും പിടിക്കാൻ പാടില്ല. അങ്ങനെ ഇവരൊരു പെൻ ക്യാമറ വെച്ച്, ഇങ്ങനെ പെന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാമറ ഉള്ള ഒരു ക്യാമറ ആയിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഒരു ഹുദവിയാണ് ഇത് പിടിക്കുന്നത്, സ്വാഭാവികമായും സ്വഭാവം കാണിക്കോടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഇക്ബാൽ ജാലിയവാലിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണ് അങ്ങോട്ട് വന്നു. അപ്പൊ തുടങ്ങി പെണ്ണിനെ ഫോട്ടോ എടുക്കല്. പിടികൂടിയിട്ട് ഇവരതാ പിടിച്ച എല്ലാ സംഗതിയും ഒക്കെ ഇതിലുള്ളത് അത് ഇക്ബാൽ ജാലിയവാലന്റെ മക്കൾ അവിടെ വാങ്ങി വെച്ചു കേട്ടോ. മിനിയാന്ന് ഞങ്ങൾ ചെന്നപ്പോ അത് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പൊ നിങ്ങൾ വെളിപ്പെടുത്താൻ നിങ്ങളടുത്ത് ഒരു സാധനമില്ല, നിങ്ങൾ പിടിച്ചതൊക്കെ എന്റെ ലാപ്ടോപ്പിലുണ്ട് കേട്ടോ. നിങ്ങളിങ്ങോട്ട് വെളിപ്പെടുത്തി, ഓരോന്നും വെളിപ്പെടുത്തി. നിങ്ങളടുത്ത് ഒരു ചുക്കും വെളിപ്പെടുത്തല്ല. ആ പെണ്ണ് ഞാനിവിടെ കാണിക്കും, എല്ലാം കാണിക്കും, വരട്ടെ. ഏനി കേട്ടോ, കാസിനിക്കൊരു അവസരം കൊടുക്ക, അയാൾ ശബ്ദം മാത്രമേ നിങ്ങൾ കാണുള്ളൂ. കോഴിക്കോട് പിന്നെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ആ ശബ്ദം മാത്രം വരാൻ കാരണം അത് കേസെട്ടിറക്കിയപ്പോ അവർ തന്നെ കെട്ടുകളഞ്ഞതാണ്. കാരണം വല്ലാത്ത കളറായപ്പോ അവർക്ക് തന്നെ തോന്നി ഇതിപ്പോ സീഡിയിൽ ഇടാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കണ്ടോളൂ ആ പ്രസംഗം. ഞാൻ കേൾപ്പിക്കുന്നത് അയാൾ പെണ്ണിന്റെ മുടിയാന്ന് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി. എല്ലാവരും നമുക്ക് ഏതായാലും നമ്മുടെ കയ്യിൽ മുടിയില്ല, ഈ മുടി ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്നും ഉദ്ദേശിക്കണമെന്നില്ല. മുടിയുള്ള നാലറിയാം അള്ളാഹുവിടെ പോയപ്പോൾ കുടിക്കാൻ നമുക്ക് തോന്നിയിട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് ഇത് എല്ലാവരും നിക്ഷേപിക്കണം. എല്ലാവരും ഈ പരിപാടി കടമില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു സംഭാവന എല്ലാവരും ചെയ്യണം. ഈ കാസറ്റ് വാങ്ങി ഓരോ പ്രദേശങ്ങളിലും എത്തിച്ച് എല്ലാവരും വളരെ ചെറിയൊരു വിലക്ക് ഈ കാസറ്റ് വളരെ കുറഞ്ഞൊരു വിലക്ക് നാളെയോ മറ്റോ ആ കാസറ്റ് കിട്ടും. ആ കാസറ്റ് ഉടനെ പുറത്തണം. ആ കേസറ്റ് എല്ലാവരും ഓരോ പ്രദേശത്തിലും കാണിച്ച് വലിയ രസമെന്താണെന്നാൽ ഇന്നോട് കാസർകോട്ടെ ഒരു സംഘം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിന് പോയ ആളുകൾ പറഞ്ഞു അവർക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം വെള്ളം കുടിച്ച് വെള്ളം തീർന്നില്ല. അപ്പോൾ ഒരു ബാക്കിയുള്ള വെള്ളം തെങ്ങിന്റെ ഉള്ളിൽ കുഴിച്ച് പോകുന്നു. അപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെയാണ് പൂവാ പൊടിയുടെ വെള്ളമാണെങ്കിൽ പിന്നെ തെങ്ങിന്റെ ഉള്ളിൽ കുഴിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 1000-നും 1000-നും 101-നും വരെ വെച്ചിട്ട് പിന്നെ വെള്ളം വസ്തുന്നു മക്കൾക്ക് കൊണ്ടുപോയ വെള്ളം അത് തൊട്ടടുത്ത തെങ്ങിന്റെ കുഴിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നു. ഹബീബാടെ മൊഴിയിട്ട് വെള്ളത്തിന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണം. ഹബീബായ വിഭവത്തിന് മുടിയാണെങ്കിൽ എന്തിനാവശ്യം അങ്ങനെ ചെയ്യും? അപ്പൊ അവർക്ക് തന്നെ ഇത് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് തന്നെ ഈ കാര്യത്തെ കുറിച്ച് അറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും അവർക്ക് മുസ്ലിം വെള്ളം കുറിച്ചുണ്ടാവില്ല. കാരണം മുടിയുള്ള മുടിയാണല്ലോ, ഏതോ ഒരിക്കലും മുടിയായിരിക്കും. അത് വലിയ മുടിയാകുമ്പോ ഏതെങ്കിലും അറബിക്കൊല്ലിന്റെ മുടിയാവാനാണ് സാധ്യത. അല്ല ഒരു മുടി കിട്ടാൻ നോക്കൂ നിങ്ങള്, ഏതോ ഒരു അറബി പെണ്ണിന്റെ മുടിയായിരിക്കാം. 4 കളവാട്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. ഒന്ന് തെങ്ങിന്റെ വെള്ളം, പിന്നെ നമ്മളെ തെങ്ങിന്റെ മുരട്ടേക്ക് ഒഴിച്ചു എന്ത് ഈ മുടിയിട്ട വെള്ളം. ആക്കെ പേരോട് ഉസ്താദ് നേരത്തെ വിശദീകരിച്ചതാണ്. രണ്ടാമതായി പറഞ്ഞു കാന്തപുര ഉസ്താദ് വരെ വെള്ളം കുടിച്ചിട്ടില്ല. നോണ പറയാനായിട്ടൊരു ഖുർആൻ പ്രഭാഷകൻ. മൂന്നാമതായിട്ട് പറഞ്ഞു ഇത് ഏതോ ഒരുത്തിയുടെ ഒരു പെണ്ണിന്റെ മുടിയായിരിക്കും. സഹോദരന്മാരെ, ഈ പെണ്ണിന്റെ മുടിയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ,
പിന്നെ വേറൊരാളും കൂടി കൊണ്ടുപോവാ, നമ്മളെ മൂസക്കുട്ടി ഹദറത്ത്, അങ്ങനെ ഒരു സാധനമുണ്ട്. മിനിയാൻ ഞങ്ങൾ പറഞ്ഞു ഹദറത്ത് നിങ്ങൾ വാങ്ങി പറഞ്ഞു, ഞങ്ങൾ മൂസക്കുട്ടി എന്നാ പറയാറ്. കാരണം എന്താ, റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്കിനെ കുറിച്ച് അയാൾ പറഞ്ഞെന്താണെന്നറിയോ, അതൊരു സ്വാമിന്റെ മുടിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ കൗല. ഇപ്പൊ എത്ര കൗലായി നിങ്ങൾ മനസ്സിലാക്കണം. പറയട്ടെ അത് തെളിവല്ല. പിന്നെ ആരുടെ മുടിയായിരിക്കണം? അത്ര വലിയ മുടി വെച്ച് നടക്കുന്ന ആളാരായിരിക്കും? ഒന്നുകിലും പെണ്ണുങ്ങൾ, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുടി, അതുവരെ വല്ല സ്വാമിമാരുടെ മുടി അവർ രക്ഷിക്കാൻ. വലിയ മുടിയാണ്ടൊക്കെ ആയിട്ട് നടക്കുന്ന പിന്നെ അതെണ്ടാവും. അല്ല രക്ഷിക്കും തോന്നുന്നുണ്ട്. സ്വാമിമാരുടെ മുടി, പെണ്ണിന്റെ മുടി, എന്തെല്ലാം പറഞ്ഞു. ഇനി മുടിയല്ലെന്നാണ് വേറൊരാൾ. ആ രണ്ടാൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മളെ ജ്യേഷ്ഠന്റെ കത്ത് പറഞ്ഞൊരു കത്ത് വായിച്ചല്ലോ, അക്കത്തിൽ പറഞ്ഞെന്താ, ഇത് മുടി തന്നെയല്ല, അത് പ്രത്യേകതരം ഒരു ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സഹോദരന്മാരെ നിങ്ങൾ കാണണം, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളോട് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മളെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാനിൽ നിന്ന് സന്ദർശിച്ച് നോക്ക്. ഈമാനുള്ള ആളുകളോടാ പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. അതിനതാ ഇങ്ങനെ ഓരോ ശിഖിരങ്ങൾ, ഓരോ മുടിയിൽ നിന്ന് ഒരുപാട് ശിഖിരങ്ങൾ ഇങ്ങനെ പൊട്ടിയ ഷഅർ മുബാറക് അവിടെ ഉണ്ട് കേട്ടോ. ഈമാനുള്ള ഒരു മുസ്ലിമിനും അത് നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെ ഒരു മുടി വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? അത് ആർക്കും കാണാം. പക്ഷെ ഇനിയൊന്നുണ്ട്. ഇനിയിപ്പോ അയാൾ പോരുമ്പോ പറഞ്ഞു ഒരു കത്തും കൂടി ഞങ്ങൾക്ക് എഴുതി തരാം. അതെന്താ, ഇനി കേരളത്തിൽ നിന്ന് ആര് വന്നാലും ഇവിടെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നൗഷാദ് ഹസനി, അതുപോലെ അവിടെ ഒരു അംജദിയുണ്ട്, നിങ്ങളെ ഒപ്പ് കിട്ടാതെ ഇനി ആർക്കും കാണിച്ചു കൊടുക്കൂലാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ ഓരോ പണി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളത് കണ്ടു സഹോദരന്മാരെ. ഇനി ഞാൻ പറയുന്നത്, ഇനി ഇതെല്ലാം പറഞ്ഞല്ലോ, ഇത് പറഞ്ഞ ടീമാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഇവർ കളവല്ലാതെ പറയൂലെന്നതിന് ഒരു തെളിവും വേറെ വേണ്ട. ഇത് തന്നെ മതി. ഇതുപോലൊരു അഭിപ്രായത്തിലെത്തിക്കൂടെ ഇതെന്ത് മുടിയാണ്? മുടി തന്നെയല്ല, മുടി തന്നെ അല്ല എന്ന് പറയുന്ന വേറെ ആളെ ഞാൻ കാണിച്ചു തരാം. അത് പണ്ടെന്നോ കാലത്ത് ചാടിപ്പോയ ഒരു ചങ്ങാതിയുണ്ട്, ഇസ്മായിൽ മൗലവി. സഖാഫിയായിരുന്നു ഒക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ തോട്ടുമുക്കും. അയാളൊന്നും എടുക്ക്. സാധന തന്നെയാണ്, സക്കരിയാസലായി ഒന്നുമല്ല. ഇതിന്ന് പോയാ പിന്നെ അങ്ങനെയാണ്. അയാൾ പറയുന്നത് അറിയോ, മുടി തന്നെയെല്ലാം കേട്ടോളൂ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു മുടി കിട്ടിയത്രേ. ഇവിടെ രണ്ട് വാദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു മുടി കിട്ടി എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അത് മുടി തന്നെയല്ല, അത് മറ്റൊരു കാര്യം ഉണ്ടോ. അതെന്തല്ല, എത്ര കൗലായി മുടി തന്നെയല്ല, സ്വാമിയുടെ മുടിയാണ്, പെണ്ണിന്റെ മുടിയാണ്. ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയുന്നു അങ്ങനെയൊന്നുമല്ല, അത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന ആ മഹാനിൽ നിന്ന് കാന്തപുരം ഉസ്താദിന് കിട്ടിയതാണ് എന്ന് സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ ഉസ്താദ് അവറുകൾ പറഞ്ഞത് 100% ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അറിയോ നിങ്ങൾക്ക്, ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് അവറുകളിൽ 100% നമുക്ക് വിശ്വാസമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹംദുലില്ലാ അതൊരു 200 എന്നതല്ലാതെ ഉസ്താദ് അവറുകൾ പറഞ്ഞത് മുഴുവനും സനദടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് അവറുകൾക്ക് വിളിച്ച് ഞങ്ങൾ വീണ്ടും ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ഉസ്താദ് അവറുകളെ പ്രത്യേകം വിളിച്ച് പറയേണ്ടി വന്നു. കാരണം ഉസ്താദ് പറഞ്ഞത് നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവർ കളവേ പറയൂ. ഇവിടെ വന്നിട്ട് നോക്ക് നിങ്ങൾ, ഇവിടെ വന്നിട്ട് അമ്പലക്കടവ് പ്രധാനമായിട്ട് പറഞ്ഞെന്താണെന്നറിയൂ, മുഹിയുദ്ദീൻ മാലയെ കുറിച്ച് ഈ മുജാഹിദുകൾ ചിലപ്പോൾ കള്ളത്തരം പറയാറുണ്ട്. യാവോസിലാമെന്ന് അള്ളാഹ് വിളിച്ചോവർ, ഇതിനെ കുറിച്ചൊക്കെ അവർ പറയല് അള്ളയും മുഹിയുദ്ദീൻ ഷേഖും കൂടി പണ്ട് ഹൗദുൽ കൗസർ കാണാൻ പോയി. അങ്ങനെ ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹു വെള്ളമെടുക്കുമ്പോൾ വീണുപോയി, അങ്ങനെ മൊയ്തീൻ ഷേഖിനെ വിളിച്ചതാണ് എന്നൊക്കെ കഥയുണ്ടാക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവർ പറയാണ് കാന്തപുരം പറഞ്ഞു ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഈ അമ്പലക്കടവ് ഇവിടുന്ന് പ്രസംഗിച്ചതാ. കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നത്രേ. അപ്പോ ഉസ്താദ് പറഞ്ഞല്ലോ, ഏതായാലും പള്ളിന്റെ പണി ഞാൻ കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു എന്ന് ഒരാളിവിടെ പ്രസംഗിക്കുകയാണ്.
അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. എന്ത് നുണയും പറയും. ഞങ്ങൾ തെളിയിക്കുന്നു, ഉസ്താദ് അവറുകളുടെ വാഴയിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായി നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങളുടെ പ്രസംഗം ഇന്നു മുതൽ ഞങ്ങൾ നിർത്തിവെക്കും കേട്ടോ. തയ്യാറുണ്ടോ? പച്ച നുണ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് പറഞ്ഞ ഈ വിഭാഗത്തിന് മാപ്പില്ല സഹോദരന്മാരെ. അമ്പലക്കടവിന്റെ വാക്കൊന്ന് കൊണ്ടുവാ, ഒന്ന് ശ്രദ്ധിച്ചാരെ. ഇവര് സ്വപ്ന കഥകളൊക്കെ മതി, അതിന്റെ അപ്പറ പോക്കര്. അസ്റായിൽ അലൈഹിസ്സലാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പോലും തങ്ങൾ തിരിച്ചയച്ചിട്ടില്ല, അസ്റായിൽ തിരിച്ചു പോയ ചരിത്രമല്ല. ആ സമയത്ത് തീരുമാനം ഇത് അസ്റായിലിന്റെ പേരും. ഈ പറഞ്ഞ ആള് പറഞ്ഞു ഇങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞു, എന്താ നമ്മൾ ചെയ്യാ? മൂപ്പരും നിസ്സഹായന, സ്വന്തം ആളാ പറയുന്നത്. വിഷയം അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിനയപൂർവ്വം പറയട്ടെ. അപ്പൊ നോക്ക്, നിങ്ങൾ അത് വിശദമായി അതിൽ പറയുന്നുണ്ട്. ഞാനതെല്ലാം കേൾപ്പിക്കാഞ്ഞത്. ആരാണിത് പറഞ്ഞത്? എവിടെയാണിത് പറഞ്ഞത്? അസ്റായിൽ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് അസ്റായിൽ അലൈഹിസ്സലാം വന്നിട്ട് ഇതുവരെ ആരും തിരിച്ചയച്ചിട്ടില്ല. അത് ബുഖാരി ഓതാത്തത് കൊണ്ടാണ്. മൂസാ നബി തിരിച്ചയച്ച സംഭവം അമ്പലക്കടവെ അതിലുണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾ ഓതിത്തരാമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ അർത്ഥം ഈ കാന്തപുരസ്താവ് മടക്കി അയച്ചു എന്നല്ല. അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. നുണയാണിത്. പച്ച കള്ളം പറഞ്ഞ് സമുദായത്തെ നശിപ്പിക്കുന്നവർ. പക്ഷേ അതിന് ശേഷം മൂപ്പര് വേറൊരു സംഭവത്തിൽ പറയുന്നുണ്ട്, ഇതിന് വെറും കളവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിടൽ എന്നാണ് പറയേണ്ടത്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അതിവിടെയാണ് ഫിറ്റാക്കാൻ നല്ലത്. വെച്ചുകൊടുക്കുക. ഇത് സത്യം പറഞ്ഞാൽ വെറും ഞങ്ങളൊക്കെ നാട്ടിൽ വിടൽ എന്ന് പറയും. കളവ് എന്നൊക്കെ ഒരു പരിധി ഉണ്ട്. വിടൽ മൊയ്ക്കുന്ന ഒരാളുണ്ടാണ് ഞങ്ങളവിടെ ഒരു പരിപാടി. അപ്പൊ വളരെ കൃത്യമാണ്. കളവ് എന്നും പറഞ്ഞാൽ പോരാ, വിടലിൽ തന്നെ പറയണം. ആ രൂപത്തിലുള്ള കളവുകളാണ് ഈ മലപ്പുറത്ത് വന്ന് വിസർജിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇനി ഞാൻ പുതിയ ഇവരെ വെളിപ്പെടുത്തലുകളിലേക്ക് വരികയാണ്. കോഴിക്കോട്ട് നടത്തിയ പത്രസമ്മേളനം, അതിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ പത്രസമ്മേളനം നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യാം. അത് കിട്ടിയിട്ടുണ്ട്. പത്രസമ്മേളനം നമുക്ക് കിട്ടാതിരിക്കാൻ പല പണിയും അവർ നോക്കി. പക്ഷേ പത്രസമ്മേളനം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ആ പത്രസമ്മേളനത്തിന്റെ മുഴുവൻ സീഡിയും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവരോടും അറിയിക്കുക. എല്ലാം അങ്ങനെ തന്നെ. ഇതില് ദാറുൽ ഹുദന്റെ ആ സമ്മേളനത്തിന്റെ സീഡി ഉണ്ടല്ലോ, നമ്മളാ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ച സീഡി ഇന്ന് വരെ വിപണിയിൽ ഇറക്കിയിട്ടില്ല. വിപണിയിൽ ഇറക്കാതിരുന്നിട്ട് എന്ത് കാര്യം? അവരെ സമ്മേളനം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ മുഴുവൻ ഭാഗവും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ? ഇവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കൊടുന്നൊരാളുടെ ആളുകൾ. അത് ഇവർക്ക് തിരിച്ചറിയാനാവോ? ഓരോ സംഘടന മനസ്സിലാക്കി. എന്നിട്ട് അതേപോലെ നമ്മളും കിയാസാക്കാം. SKSF അവരെ SYS വിശ്വാസമല്ല, മുഷാവറയിൽ ചെറുശ്ശേരിയെ വിശ്വാസമല്ല, അമ്പലക്കടവിന് മുസ്തഫൈസിയെ വിശ്വാസമല്ല, ആരും ഒരു വിശ്വാസമില്ല. എന്നിട്ട് അതുപോലെ നമ്മൾ ഈ ഖിയാസാക്കുക. എന്നിട്ട് പറയാ, കണ്ടോ കാന്തപുരത്തിനെതിരാണ് ഇവര്. അതൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ കേട്ടെന്നറിയോ? കാന്തപുരം പേരോടും തെറ്റാണ്. അങ്ങനെ കേട്ടിരുന്ന ഒരു കാലത്ത്. ആ ജാതി വിടലുകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത്തരം പറച്ചിലുകൾ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്താനോ താജുലുലമയുടെയും ശൈഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തെ നോവിക്കാനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെ ഇളക്കാൻ കഴിയുന്നവർ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സംഘടന പോലെ ഞങ്ങളെ മനസ്സിലാക്കരുത്. ഇത് സെറ്റപ്പുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് പത്രസമ്മേളനത്തിലേക്ക് വരാം. ഇയാൾക്ക് വലിയ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ആണല്ലോ പല പരിപാടി. അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് പത്രസമ്മേളനം. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഫോൺ. എന്താണെന്നറിയോ? ഇന്ന് നിങ്ങളെ അവസാനത്തെ ദിവസമാണ്. എന്താണ്? ഒന്നുമില്ല, പത്രസമ്മേളനം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ ഒരുപാട് പത്രസമ്മേളനം കണ്ടതാണ്. പത്രസമ്മേളനം വരട്ടെ, നിങ്ങൾക്കെന്താ ബേജാറ്? വന്നോട്ടെ. ഞങ്ങൾ കാത്തിരുന്ന പത്രസമ്മേളനത്തിൽ ഒരു ചുക്കുമില്ല. മലപ്പുറം സമ്മേളനത്തിൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ ഉസ്താദുമാരെ പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചു. ആ പത്രസമ്മേളനത്തിന് തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയോ? അമ്പലക്കടവിൽ വന്നു പത്രക്കാരെടുത്ത്. പത്രസമ്മേളനം നടത്തി പരിചയമല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമസ്കാരം. നോമ്പ ഉസ്താദ് എത്ര കാലമായി പത്രസമ്മേളനം നടത്തിയിട്ട്? ഇന്ന് വരെ അങ്ങനെ പറഞ്ഞു നമസ്കാരം. അപ്പൊ ഇവരുടെ സംസ്കാരം തന്നെ. ഇയാളെ പറഞ്ഞിട്ട് കാര്യം, ഇയാൾ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ പഠിച്ച ആളാ. ഈ കുട്ടികളെ മുഴുവൻ മുജാഹിദിലേക്ക് കൊണ്ടുപോകാനുള്ള നിങ്ങൾ നോക്കൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ
വിഷയത്തിലേക്ക് വരെ എടുക്ക്. പത്രസമ്മേളനത്തിന്റെ ആദ്യമായി നിങ്ങളൊന്ന് കണ്ടോ, അയാൾ തുടങ്ങിയത് തന്നെ അപകടത്തിലാണ്. അത് ശരിയാവില്ല, തുടക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ആ വെക്ക്. നമസ്കാരം. ഒന്നുകൂടി കാണിക്കാം. നമസ്കാരം. കേരളത്തിലെ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് മലയാളി മുസ്ലിങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇരിക്കട്ടെ ഞാൻ വരാം. അപ്പോ നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മുഴുവൻ കളവാകാനാണ് സാധ്യത. ഏതായാലും ഇരിക്കട്ടെ, പത്രക്കാരൻ വിചാരിക്കുന്നത് ഏതോ ഒരു ജീവി ഈ തലകെട്ട് കെട്ടി വന്നിരിക്കുന്നു. എന്നിട്ട് എന്തായിന്നറിയോ, ഇയാൾ പറഞ്ഞു ഞങ്ങളിതാ ഞെട്ടിപ്പിക്കുന്ന വിവരം ഇവിടെ പുറത്തുവിടാൻ പോവുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇയാൾ ഞെട്ടിപ്പിക്കുന്ന വിവരം പറയുന്നത് ആദ്യം അയാൾ പറയുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അത് നിങ്ങളൊന്ന് കേൾക്കണം. പുതിയ പത്രസമ്മേളനം നടത്തി, പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അതിന്റെ ശേഷം വ്യാഴാഴ്ച സമ്മേളനം നടത്തി. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ വിവരമുണ്ട് എന്ന് അയാൾ പറയുന്നത്. അത് അയാളൊന്ന് പറയട്ടെ മോൻ, എന്നിട്ട് നമുക്ക് എന്താ വിവരം നോക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ ശാന്തമായും ഈ കഴിഞ്ഞ ജനുവരി മുതൽ വളരെ തീവ്രമായും ചർച്ച നടക്കുകയും വിവാദമായി മാറിക്കുകയും ചെയ്ത പ്രവാചകരുടേതെന്ന് പറയുന്ന തിരികേശവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി വ്യാജമാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന വിധത്തിലുള്ള വളരെ അത്ഭുതകരവും ഞെട്ടിപ്പിക്കുന്നതുമായ തെളിവുകളാണ് ലഭ്യമായി കഴിഞ്ഞത്. അവൻ രണ്ട് വിശേഷണമുള്ളത്, ഒന്ന് ഞെട്ടിപ്പിക്കുകയും അത്ഭുതകരവുമാണ്. വെറുതെ നുണ പറയാണ്, പച്ച നുണ. ഇതാണത്തെ ഏറ്റവും ഇതെന്തായ അത്ഭുതം എന്തെന്നറിയോ? ഒന്നുമല്ല, ഞങ്ങള് കാന്തപുരം ഉസ്താദിന് മുടി കൊടുത്ത ആളെ കണ്ടെത്തി. അതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ ബാക്കിലായി. ഓൽക്ക് ഞെട്ടിപ്പിക്കാതിരിക്കോ? കാരണം എന്താ, ഇതുവരെ പെണ്ണിന്റെ മുടി, സ്വാമിന്റെ മുടി, ഇതെല്ലാം പറഞ്ഞു നടന്ന ആള് അവസാനം ഷെയർ മുബാറക്ക് കൊടുത്ത ആളെ നേരിൽ കാണാൻ ഞെട്ടാതിരിക്കൂല, ഉറപ്പാൻ ഞെട്ടും. എന്താണ് ഞെട്ടിയ വിവരം? കേട്ടോളൂ. അയാൾ തന്നെ പറയുന്നു, ഇഖ്ബാൽ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ആളെ ഞങ്ങൾ നേരിട്ട് കണ്ടു എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു. അതിനുശേഷം മലപ്പുറത്ത് വെച്ച് ആവർത്തിക്കുന്നു, രണ്ടും കാണിക്കുന്നു. മുസ്ലിമീങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനത് വ്യക്തമായി തന്നെ കാണിച്ചു തരാം. ഒന്ന് വെക്ക്, അയാൾ പറയട്ടെ ആ ഞെട്ടിപ്പിക്കുന്ന വിവരം. അതിന്റെ പരമ്പര പിന്നോട്ട് പറയാൻ ഒരിക്കലും എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ചിന്തിപ്പിക്കുകയും അവസാനം അദ്ദേഹം പറഞ്ഞിരുന്ന ഈ വിവാദത്തിനിടയിൽ ഒന്നാമത്തെ മുടി ഞങ്ങൾക്ക് കൈമാറിയത് മുംബൈയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന് പറയുന്ന സഹോദരനാണെന്ന്. ഞങ്ങൾ ഇഖ്ബാൽ ജാലിയവാലിനോട് തന്നെ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ചില ആളുകളെ പേര് മാറ്റി ജാലാവാലാന്നാക്കി. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, പണ്ട് മുതലേ ഇന്ന് ജാലിയവാലെന്ന് ഞങ്ങളെ ഈ പരമ്പരക്ക് അറിയപ്പെട്ടു പോരുന്നൊരു പേരാണ്. മുസ്തഫൈസ് ഇവിടെ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു വലിയാക്കാൻ നോക്കുന്നുണ്ട് അദ്ദേഹത്തെ, വലിയാക്കാനും. സഹോദര, ആളെ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാതെ. നിങ്ങൾക്ക് എന്താണ് ഇഖ്ബാൽ വലി മുഹമ്മദ് ജാലിയാവാല, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് അവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ വലിയ വലിയ മൗലിദിന്റെ കിതാബുകളും പലതുമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇഖ്ബാലാണ്, പിതാവിന്റെ പേര് വലി എന്നാണ്, വല്ലിപ്പയുടെ പേരാണ് മുഹമ്മദ്. ജാലിയാവാല എന്ന് അവിടെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്ന പേരാണ്. എന്നിട്ട് അതും അറിയില്ലയാക്കും. എന്നിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. പറയട്ടെ, ഞെട്ടിപ്പിക്കുന്ന വിവരം ഒന്ന് കേട്ടിരിക്കാം നമുക്ക്. അതന്നെ അയാൾ പറയാം. എവിടെ നിന്ന് കിട്ടി അതിന്റെ പരമ്പര പിന്നോട്ട് പറയാൻ ഒരിക്കലും എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ചിന്തിപ്പിക്കുകയും അവസാനം അദ്ദേഹം പറഞ്ഞിരുന്ന വിവാദത്തിനിടയിൽ ഒന്നാമത്തെ മുടി ഞങ്ങൾക്ക് കൈമാറിയത് മുംബൈയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന് പറയുന്ന സഹോദരനാണെന്ന്. കാന്തപുരം വിഭാഗം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് ആദ്യത്തെ മുടി കിട്ടിയ ബോംബെയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന വ്യക്തിയിൽ നിന്നാണെന്ന്. അങ്ങനെ ഒരു വ്യക്തി ആരാണെന്ന് ഞങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള പ്രദേശവാസികളായ ഹിന്ദി ഉറുദു സംസാരിക്കുന്ന സുഹൃത്തുക്കളുമായി പല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് അദ്ദേഹത്തിന് കണ്ടെത്തി. ഇഖ്ബാൽ ജാലിയവാലയുമായി നേരിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, വിശദമായി സംസാരിച്ചു.
വിശദമായി സംസാരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത്. അപ്പെന്തായി? ഒന്ന് ഇഖ്ബാൽ ജാലിയാവാലയെ കണ്ടു, അദ്ദേഹമായി സംസാരിച്ചു. ഇപ്പൊ എന്തായി? നമ്മുടെ ഉസ്താദ് അവറുകൾ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ഉസ്താദ് അവറുകൾ അന്ന് തന്നെ പറഞ്ഞു, ആദ്യം ഷഹർ മുബാറക്ക് കിട്ടിയപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇതെനിക്ക് തന്നത് അത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന മഹാനാകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കളിയാക്കി. അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു, പലതും പറഞ്ഞു. അപ്പറഞ്ഞ നിങ്ങൾ ഉസ്താദിന്റെ മുടിയാണെന്ന് പറഞ്ഞു, ബാർബർ ഷോപ്പിലെ മുടിയാണെന്ന് പറഞ്ഞു, അതേ പെണ്ണിന്റെ മുടിയാണെന്ന് പറഞ്ഞു, സ്വാമിന്റെ മുടിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ബോംബെ നഗരത്തിൽ ജാലിയാവാല എന്നറിയപ്പെടുന്ന ഒരു മഹാനുണ്ട്, അയാ മഹാനിൽ നിന്നാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഞങ്ങളെ ഉസ്താദിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്നും ഇവന്മാർ പറഞ്ഞത് പച്ച നുണയാണെന്നും ഇതാ ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പൊ അമ്പലക്കടവിന് മറുപടി എന്താണെന്നറിയോ? അത് ഇഖ്ബാൽ ജാലിയാവാലയ്ക്ക് കിട്ടിയത് അങ്ങനെയൊക്കെ കാര്യം. ഞാൻ ഒരൊറ്റ ചോദ്യം പിന്നെയും ചോദിക്കുന്നത്, ഇഖ്ബാൽ ജാലിയാവാലയുടെ അടുത്ത് വന്നിട്ട് ഇത് പെണ്ണിന്റെ മുടിയാണെന്ന് പറയാൻ അമ്പലക്കടവിന് ആണത്തമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. പച്ച നുണ പറയുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാർ, ഇനി അത് മലപ്പുറം സമ്മേളനത്തിൽ ആവർത്തിക്കും. ഞാൻ രണ്ടും കൂടി കാണിക്കുന്നില്ല, ഒന്ന് മാത്രമേ അങ്ങനെ കാണിക്കുള്ളൂ. പത്രസമ്മേളനം ഇവിടെ നടന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അമ്പലക്കട ഇവിടെ ആവർത്തിക്കുന്ന ആ ഭാഗം ഒന്നിന് വെച്ച് കൊടുക്കും. മലപ്പുറം സമ്മേളനത്തിൽ പറഞ്ഞതാണ്. മുഹമ്മദ് ജാലിയാവാല ഫോൺ നമ്പർ പറഞ്ഞ, അഡ്രസ്സും പറഞ്ഞില്ല, സ്ഥലവും പറഞ്ഞ, മുംബൈ ആണെന്ന് മാത്രം പറഞ്ഞു. മുംബൈ എന്ന് പറഞ്ഞാൽ ലോക, ബോംബെയിലെ ഇഖ്ബാൽ ജാലിയാവാല മാസങ്ങളായി ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഫള് കൊണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നേരിൽ അവിടെ എത്തിപ്പെടാനും അദ്ദേഹത്തെ കാണാനും മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രമല്ല, ഇതിനൊക്കെ സാക്ഷികളാകാൻ വേണ്ടി കേരളത്തിലെ എല്ലാവരും അംഗീകരിച്ച പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും കുണ്ടൂർ മർക്കസ് സഖാഫത്തുൽ ഇസ്ലാമിയയുടെ അതിപ്രഗത്ഭനായ പ്രിൻസിപ്പളുമായ പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവർ ഈ സംഭവത്തിന് സാക്ഷിയാണ്. അതുപോലെ മഹാരാഷ്ട്രയുടെ സമസ്ത കേരള ജംഇയ്യത്തുടെ ഓർഗനൈസറായി ദീർഘകാലം അവിടെ പ്രവർത്തിച്ച ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ പി കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ ഇതിന് സാക്ഷിയാണ്. ഇങ്ങനെ പ്രമുഖരായ ആളുകൾക്ക് നേരിട്ട് ചെന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തോട് ഒരു സെലവ് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? ഇവർക്ക് ക്ലിപ്പ് കാണിക്കാനില്ല, കാരണം ക്ലിപ്പൊക്കെ പിടിച്ചു വെച്ചതാണല്ലോ നമ്മളെടുത്താണുള്ളതും. അപ്പൊ പിന്നെ അതിന് സാക്ഷി പറയാം. ആരാ സാക്ഷി? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല. ആൾ ജാലിയാവാല എന്നാ പറയുന്നത്, ഞാനത് ഒഴിവാക്കാൻ. ജാലിയാവാല എന്ന് പറയുന്ന ആള്, അദ്ദേഹം പിന്നെ ഞങ്ങൾ സംസാരിച്ചു, അതിന് സാക്ഷിയാണ്. കാരണം ഇത് കാണിക്കാനില്ല. ആരാ സാക്ഷി? അത് പി കെ അബ്ദുൽ ഗഫൂർ ഖാസിമി. അദ്ദേഹം നമ്മളെ അവരുടെ കുണ്ടൂര് മർക്കസിലെ എന്താ പ്രൊഫസറോ പ്രിൻസിപ്പളോ എന്തോ ഒന്നാണ്. ഇയാൾ ആരാ? ഇയാൾ സാക്ഷിക്ക് പറ്റിയ ആളാ. ഇയാളെ പുസ്തകമാണിത്, മുസ്ലിം സ്ത്രീയും സലഫീവത്തുകളും. ഇതിൽ ഈ ഗഫൂർ അൽ ഖാസിമി എന്ന ആൾ പറയുന്നു, ഇവിടെ സാക്ഷിന്റെ കഥയാണ്. എന്താ ഇതിൽ പറയുന്നറിയോ? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജറിന്റെ ഫത്വയെ പോലും വെല്ലുവിളിച്ച ഇയാൾ സാക്ഷിക്ക് പറ്റുമെന്നോ? ആ സാക്ഷിത ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അത് ഒളിപ്പിച്ചു വെക്കല്ല. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? ഇഖ്ബാൽ ജാലിയാവാല അത് പറഞ്ഞതുണ്ട്, ഇത് കൊണ്ടുവാ ഇങ്ങോട്ട്. അതവിടെ അടുക്കളയിൽ വെക്കാനുള്ളതല്ല. ഒരു ക്ലിപ്പ് നിന്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഞങ്ങൾ അപ്പോൾ മറുപടി പറയും കേട്ടോ. എന്തെങ്കിലും പറയല. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന മഹാനെ കുറിച്ച് പറഞ്ഞത് കേശവൻ എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, ബോംബെയിൽ 20ഓളം പള്ളികൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയുള്ള ഇമാമിങ്ങൾ മുഴുവൻ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക മൗലിദ് ഉണ്ടാകുമ്പോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലയെ കൊണ്ടുവരാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഷഹർ മുബാറക്കിൽ നിന്ന് പലരും പല ഷഹർ മുബാറക്കും കിട്ടിയവരും അവിടെയുണ്ട്. ഒരാൾക്ക് പോലും അവിടെ തർക്കമില്ല. എല്ലാവരും അംഗീകരിച്ചു പോരുന്നു. എന്ന് മാത്രമല്ല,
ഇവര് ചെല്ലുന്നു. മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലെ ഇവരും പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മഹാനാണ്, ഞാനത് കാണിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇവിടെ മലപ്പുറം പരിപാടിയിൽ പറഞ്ഞത് കേശവൻ എന്നാണ്. വിട്ടില്ല, ഹസ്രജിയെയും വിട്ടില്ല. മഹാനായ അഹ്മദ് ഹസ്രജി, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, അഹമ്മദ് ഹസ്രജിയെ കുറിച്ചും പറഞ്ഞു കേശവൻ എന്ന്. കണ്ണാടിപ്പറമ്പിന്റെ വാക്കുകളൊന്ന് കേൾപ്പിച്ചു കൊടുത്തു. ആക്രി കച്ചവടക്കാരൻ, എവിടെ എങ്ങനെ വേണമെങ്കിൽ എത്ര ചോദിച്ചാലും കൊടുക്കാവുന്ന മഹാകേശവൻ. അതിങ്ങനെ എത്രയാ വേണ്ടേ, എത്ര വേണോ ചോദിച്ചാൽ കൊടുക്കാവുന്ന വലിയ കേശവനാണ് എന്ന് പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേണം. അക്കേശവന്റെ അടുത്ത് നിന്നാണ് മറ്റേ കേശവനും വാങ്ങിച്ചു കൊണ്ടുപോയത്. അങ്ങനെ ഇതാണ് ഈ കൂട്ടുമുന്നണി എന്ന് പറയുന്നത്. അഹമ്മദ് ഹസ്രജി ഒന്ന് അതിങ്ങനെ പോയി അങ്ങനെ കടൽ കടന്ന് വന്നാൽ ശരിയാകുമെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇയാള് എങ്ങനെ ഞങ്ങളിത് വാങ്ങിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? കേശവൻ എന്നാണ് പറഞ്ഞത്. ഇവരുടെയൊക്കെ ആഖിറത്ത് എന്താണെന്ന് ശ്രദ്ധിച്ചോ സഹോദരന്മാർ. എങ്ങനെയായി മുടി കൊടുത്തെന്ന് അവർക്ക് കൊടുത്തത് എന്താന്ന് ഞാൻ പറയും. കൊടുത്തതിന്റെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാ കൊടുത്തത്. ഇവരെല്ലാം വിളിച്ചു, അമ്പലക്കടവടക്കമുള്ള എല്ലാവരും. എന്നിട്ട് അദ്ദേഹം ഷഹർ മുബാറക് ഓരോന്നിങ്ങനെ ഇതളായി പൊട്ടിയതും നീണ്ടതുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിന്റെ സനദും എല്ലാം ഉണ്ട്, അതിന്റെ പുറമെ ഇത് ഷഹർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കും കാണിച്ചു തന്നു. ഞങ്ങൾക്കും ആദ്യം ഒരു ഷഹർ മുബാറക് എടുത്തു. എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷഹർ മുബാറക്കിൽ അത്രങ്ങൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറുണ്ട് അതിന്റെ മേലിൽ. അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നേല് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം സംസം വെള്ളത്തിൽ മുക്കിയത് ഒരു ബൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും ഉണക്കി. വെള്ളം പോയി, എല്ലാം പോയി, അത്രം പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് അയാൾ ചോദിച്ചു, നേരുണ്ടോ? ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു, അതിന് നേരില്ല എന്ന് മാത്രമല്ല, ഇത് ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഒരാൾക്കും ഇക്കാലം വരെ ഈ ഷഹർ മുബാറക്ക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർ എന്നിട്ടാണ് അതിനെ നിഷേധിച്ചത്? അമ്പലക്കടലിന്റെ കണ്ണുകൊണ്ട് അയാൾ കണ്ടതാണ്, നേരില്ല എന്ന്. ഈ മനുഷ്യന്മാർ ആഖിറത്തെ പേടിക്കുന്നവരാണോ? ഇത്ര കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് വിട്ടിട്ട് ഇവിടെ വന്ന് അസത്യം പറയുകയല്ലേ ചെയ്തത് കേശവനെന്ന്? ഇവർ പരലോകത്ത് ഭയപ്പെടുന്നുണ്ടോ മുസ്ലിമീങ്ങളെ? ഈ പരീക്ഷണത്തിന് ഇനിയും അയാൾ തയ്യാറുമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്ന് പോകാം. നിങ്ങൾ വരൂ, ഞാൻ ഏറ്റെടുത്താം എല്ലാ കാര്യവും. അയാൾ വീണ്ടും അത് ചെയ്യാൻ തയ്യാറാണ്. സഹോദരന്മാരെ, രണ്ടും കാണിച്ചു തന്നു. ഞങ്ങളെ കണ്ണുകൊണ്ടത് കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. നല്ല അത്രൊടിച്ച് അത്തറിന്റെ മേലിൽ നിൽക്കുന്ന അതിന്റെ മേല് കാണുന്നു. അത്രം ഒഴിവാക്കി വെറും മുടിയായി ഷഹർ മുബാറക്കായി വന്നപ്പോൾ അതിന് മേല് കാണുന്നില്ല. ഞങ്ങൾ കണ്ടു, അവരും കണ്ടു, എല്ലാവരും കണ്ടു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു അത് തെറ്റാണ്, ഇതിനൊരു പ്രത്യേകതയുമില്ല. കേശവൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? വേറൊന്നുമില്ല, ആ ക്യാമറ പിടിച്ചതാണ് വലിയ ക്ഷീണായത്. ഇവര് കാര്യമായിട്ട് ഇവിടുന്ന് പോയി. അപ്പൊ സംഗതി എന്താണെന്നറിയോ? ഇവര് ചില്ലറ കുടുംബമൊന്നല്ല. നമ്മളെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാഗിന്റെ വാലന്റെ ഒരു മകനുണ്ട്, ഇമ്രാൻ സാഹബ്. ഞങ്ങൾ അദ്ദേഹത്തെ 2 ദിവസം കൊണ്ട് വല്ലാതെ അടുത്ത് പരിചയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരെ ഈ രഹസ്യ കാര്യങ്ങളൊക്കെ പിടിക്കാൻ പോകുന്ന ആളാണ് മൂപ്പര്. അത് ഇവർക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ ആ ടെഹൽക്ക പിന്നെ ഉണ്ടല്ലോ, അതിന്റെ ഒരു റിപ്പോർട്ടറാണ് ഇയാൾ. പിന്നെ അയാളെ കുറിച്ച് പറയണ്ട. ഇവര് പൊട്ടന്മാരായിട്ട് ഇതൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ പോയതാ. അങ്ങനെ വെച്ച് പോയപ്പോ എന്തുണ്ടായിന്നറിയോ? ഇവർക്ക് മനസ്സിലായി ഇത് പിടിപ്പിക്കാനുള്ള പണിയാണ്. കുറച്ചൊക്കെ ഇവരിങ്ങനെ ശ്രദ്ധിച്ചു. അവസാനം പെണ്ണ് വന്നപ്പോ പെണ്ണിന്റെ നേരെ ഇങ്ങനെയാണ് തിരിച്ച്. അപ്പൊ പിടിച്ചു വെച്ചു. എടുക്കുമോനെ ആ പേന ഒന്ന് കാണിച്ചു കൊടുക്ക്. അതാ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തന്നു. സഹോദരന്മാരെ, നിങ്ങൾ കാരണം കുട്ടികളിൽ നിന്ന്
അതവിടെ തന്നെ നിൽക്കട്ടെ. എന്റെ കയ്യിലേക്ക് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിലാണ് കളവ് നടത്തിയത് കേട്ടോ. ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് അവര് പിടിച്ച മുഴുവൻ സംഗതിയും അതിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷായർ മുബാറക്കിന്റെ കുരുത്തക്കേടാണ്. അമ്പലക്കട 5 റുപ്യാന്റെ വേനല്ലത്. അതേതാ നിങ്ങൾ പിടിച്ചത്? എന്നിട്ട് ഇവരാകപ്പെട്ടു. പിടിച്ചാൽ മാത്രമല്ല എല്ലാവരും പെട്ടു. പെട്ടപ്പോ പറഞ്ഞു, കരഞ്ഞു. അവര് കരഞ്ഞു. അവസാനം മാപ്പെഴുതി കൊടുത്തു. എടുക്കണോനെ മാപ്പെഴുതി കൊടുത്തത്. ഞങ്ങളെ കയ്യിലില്ല ഇതൊക്കെ. ഇത് ആരോടാ കളി? ഞാൻ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാന്തപുരത്തിന്റെ മക്കളോട് കളിച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. എടുക്ക ഞങ്ങൾ ഓരോന്നും കാണിച്ചു കൊണ്ടുപോവാ. അത് കാണിച്ചു തരാം. അവര് ഉറുദു ഭാഷയിൽ അവിടുത്തെ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അവരെഴുതി കൊടുത്ത മാപ്പാണിത്. ഞങ്ങൾ ഖേദിക്കുന്നു എന്നും ഇത് പറ്റിപ്പോയതാണ് എന്നും ഇനി അത് ചെയ്യൂല എന്നും മഹാനായ ഇഖ്ബാൽ ജാലിയവാലയ്ക്ക് മുന്നിൽ ഞങ്ങൾ അടിയറവ് പറയുന്നു എന്ന് എഴുതി കൊടുത്താൽ അപ്പയാണ് എനിക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഓർമ്മ വന്നത്. അല്ലാഹുവേ സമസ്തയെ മുഖംകെടുത്തണേ എന്ന് മഹാനായ ബോംബെയിൽ പോയിട്ട് വരെ ഒരു പെണ്ണിനെ പിടിച്ച് പെട്ടെങ്കിൽ നിങ്ങളെക്കാൾ മുഖം കെട്ടവരാരാണ് സഹോദരന്മാരെ? പറയൂ. നിങ്ങൾ വരുന്നേ ഉള്ളൂ. അതിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഞാൻ ഇപ്പോ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകാൻ നിങ്ങള് ബാക്കി ഞങ്ങൾ മുഴുവൻ ഇവിടെ കാണിച്ചു തരാം. എന്നിട്ടിരിക്കട്ടെ, എന്താണിപ്പോ സഹോദരന്മാരെ അതിലുള്ളത് ഞാൻ പിന്നെ കാണിക്കും. വരട്ടെ. ഇനി ഇവർ കണ്ടുപിടിച്ച ആ നിഗമനം അതെന്താന്ന് കണ്ടോളൂ. എന്താണ് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് അവർ കണ്ടെത്തി എന്ന് പറഞ്ഞ സംഗതി അതൊന്ന് എടുത്തിട്ട് കൊടുക്കും. വിശദമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത്. പ്രധാനമായ വിഷയം, കാന്തപുരത്തിന് 2005 മുടി കൊടുത്തത് ഈ ഇഖ്ബാൽ ജാലിയവാലയാണ്. അതേ ഇഖ്ബാൽ ജാലിയവാല തന്നെയാണ് കാന്തപുരത്തിന് പിന്നീട് ഈ ജനുവരി 1 കൈമാറിയ അറബ് സഹോദരന് മുടി കൊടുത്തത് എന്നതാണ് അന്വേഷിച്ചിരിക്കുന്ന വിവരം. അറബിയുടെ ഏതാളുകളും ഇന്നിവിടെ വിശ്വസിച്ചത് അറബിയുടെ കൈവശമുള്ള മുടി ഏതോ അറബ് കുടുംബത്തിലൂടെ പരമ്പരയായി കൈമാറി പോകുന്നതായിരിക്കാമെന്നാണ്. എന്നാൽ വളരെ വ്യക്തമായി ഇഖ്ബാൽ ജാലിയവാല പറയുന്നു, ഈ വിവാദങ്ങളൊന്നും അദ്ദേഹം അറിയില്ല എന്ന് സംസാരിക്കുമ്പോൾ പലർക്കും ഞാൻ ഇവിടെ നിന്ന് മുടി കൊടുത്തിട്ടുണ്ട്, അറബികൾക്കും കൊടുത്തിട്ടുണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അബുദാബിയിലെ ഖസ്റജി എനിക്ക് അപ്ലിക്കേഷൻ തരികയും അദ്ദേഹത്തിന് ഞാൻ 2007 ഈ അറബ് സഹോദരന്റെ അപ്ലിക്കേഷൻ അദ്ദേഹത്തിന്റെ ഫയലിൽ കിടക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഉള്ള മുടികൾ തരണം. മുടി മാത്രമല്ല 7 സ്ഥാപനങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് പ്രത്യേകമായി. ഞാൻ ലോകത്തുള്ള പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ കൈവശത്തുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് താഴെ പറയുന്ന 7 സാധനങ്ങൾ തരണമെന്ന് അറബിയിൽ അദ്ദേഹം സുന്ദരമായി എഴുതി അപ്ലിക്കേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ വിഷയം, 2005 കാന്തപുരത്തിൽ മുടി കിട്ടുന്നത്. 2007 ഖസ്റജി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ന്യായമായും നമ്മൾ അനുമാനിക്കുന്നു ഖസ്റജി എന്ന അറബ് സഹോദരന് പുരാവസ്തുക്കൾ ശേഖരിക്കാനുള്ള താല്പര്യം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ ഈ ഇഖ്ബാൽ ജാലിയവാലയുമായി കണക്ട് ചെയ്ത് ഈ മുടി ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കൊണ്ടുപോയിപ്പിച്ച് 3 വർഷം കഴിഞ്ഞ് അത് വൈറ്റാക്കി, ഇപ്പൊ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന പോലെ അവിടുന്ന് ഒരു അറബി വഴിക്ക് വന്ന മുടി എന്ന നിലയിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുത്തുന്നതിൽ അതിസമർത്ഥമായ ഒരു ഇടനിലക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് അനുമാനിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന വലിയ വിവരം. അത് 100% കളവുകൾ. എന്താ പറഞ്ഞാൽ 3 കളവുകളാണ് അവിടെ പറഞ്ഞത്. ഓരോന്നും നിങ്ങൾ എണ്ണിക്കോ. ഒന്ന്, 2005 മർക്കസിൽ ആദ്യം മുടിയെത്തിയത്. ഓ മുസ്ലിയാരെ, 2004 മർക്കസിൽ ഷായർ മുബാറക് ഉണ്ട് കേട്ടോ, ഉണ്ട്. കാരണം എന്താ, 2004 SYS സമ്മേളനം നടക്കുന്നത്.
SYSന്റെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി അവിടുന്ന് വന്നു മക്കയിൽ നിന്ന്. അദ്ദേഹം ഷഹർ മുബാറക്ക് ചുംബനം ചെയ്യുകയും ഷഹർ മുബാറക്കിനെ മർക്കസിന്റെ ആ സൂക്ഷിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കണ്ട് അവിടുന്ന് അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സനദ് യോജിച്ചിട്ടില്ല. ആ മുഹമ്മദ് മാലിക്കി ഇവിടെ വന്ന് 2004 അന്നും മർക്കസിൽ ഷഹർ മുബാറക്ക് ഉണ്ട്. അപ്പൊ അത് കളവ്. പിന്നെ പറഞ്ഞതെന്താ, 2007 ഹസ്രതിക്ക് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല മുടി കൊടുത്തു. ഉറപ്പാണോ? 2007 കൊടുത്തോ ഹസ്രതിക്ക്? ഒരു സംശയമില്ലല്ലോ. ഇതെന്താ സാധനം? ഇത് നിങ്ങളുടെ സെക്രട്ടറിയുടെ ലേഖനമാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മുടിയിൽ വഞ്ചിതരാകരുത്. മലപ്പുറത്ത് സമ്മേളനം നടത്തിയപ്പോ ചെറുശ്ശേരിനെ കാണാനില്ല. മൂപ്പരെല്ലോടത്തും ഉണ്ടാകുന്ന ആളാണ്. അപ്പൊ നമ്മളൊരു കുട്ടി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനിപ്പോ അതിനൊന്നും പോകലില്ല എന്നാണ്. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇനിയിപ്പോ അത് പോകാൻ പറ്റില്ല. പിന്നെ കാളമ്പാടി ഉസ്താദിന് ദൂരം യാത്ര ചെയ്യേണ്ടത് കൊണ്ട് തൽക്കാലം വന്നതുമില്ല. കാളമ്പാടി ഉസ്താദിനെ മലപ്പുറത്ത് ഇങ്ങോട്ട് വരാനേ ആയിരിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതിൽ പറഞ്ഞതെന്താണെന്നറിയോ, 2009 വരെ ഹസ്രതിയുടെ കയ്യിൽ എന്തില്ല, ഷെയർ മുബാറക്ക് ഇല്ല എന്നാണ്. ഇപ്പൊ പറയുന്നത് 2007 എത്തിനാണ്. ഇൻഷാ അല്ലാഹ് അതിവിടെ വെച്ച് പറയുന്നതും നമ്മുടെ പെൻ ക്യാമറയിലെ വിവരവുമൊക്കെ മഗ്രിബിന് ശേഷം പറയും. നിങ്ങൾ നിസ്കരിച്ച് വേഗം വരിക. ഇവർ ഈ കളി തുടർന്നാൽ SKSSFനെയും അപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സമസ്തയെയും ഞങ്ങൾ മണ്ണിന്റെ താഴേക്ക് കുടിച്ചു മൂടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം അസ്സലാമു അലൈക്കും.